മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ച് മന്ത്രി ഒ.ജെ. ജനീഷ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മന്ത്രിസ്ഥാനമേറെ സന്തോഷം പകരുന്നുവെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. യുവാക്കൾ കേരളം വിടുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇവിടുണ്ടെന്നും ജനീഷ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നും ആന്റണി ആശംസിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്നു. അതാണ് പഴയ യൂത്ത് കോൺഗ്രസ്സുകാരെന്നതിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ജനീഷിൻ്റെ ജീവിതം തുടക്കം മുതൽ കഷ്ടപ്പാടിൻ്റെയും പോരാട്ടങ്ങളുടെയും ജീവിതം. സാധാരണഗതിയിൽ നിരാശരായി മനസ്സെടുത്ത് പുറകോട്ട് പോകുന്നതിന് പകരം ജീവിതത്തിലുടനീളം പൊരുതി മുന്നോട്ട് കയറി കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആവേശമായിട്ട് ഇന്ന് ജനീഷ് മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ യുവത കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. +2 കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം വിട്ടു പോകണം. ഒന്നെങ്കിൽ കർണാടക ഉൾപ്പെടെ അയൽ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ, ഗൾഫ്. അങ്ങനെ കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളം വിടാൻ ശ്രമിക്കുന്നു. കുറേ ആൾക്കാർ പുറത്തു പോകണം, നല്ല കാര്യമാണ്. കേരളത്തിൽ ജീവിക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹിക്കാത്ത ഈ നിലയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ ചെറുപ്പക്കാരുടെ വികാരമറിയാവുന്ന ജനീഷ് നേതൃത്വം നൽകുന്ന ആഗ്രഹിക്കുന്നു. മന്ത്രിസഭയിലെ ചെറുപ്പക്കാരുടെ ശബ്ദമായിരിക്കണം, പ്രതീക്ഷയായിരിക്കണം ജനീഷ്. രണ്ടാമത്തെ കാരണം, ഇന്ന് കേരളം മറ്റെത്തേക്കാൾ കൂടുതൽ കായിക പ്രേമികളുടെ, സ്പോർട്സ് പ്രേമികളുള്ള കാലമാണ്. വേൾഡ് കപ്പ് തുടങ്ങിയാൽ മലപ്പുറം ജില്ലയിലെ ജീവിതം മുഴുവൻ സ്തംഭിച്ചു പോകും. എല്ലാവരും സ്ക്രീനിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കായിക താരങ്ങൾക്ക് വളരാൻ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള കൂടി അവസരം അദ്ദേഹത്തിനുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിലെ കായിക പ്രേമികൾക്ക് സുവർണകാലമായിട്ട് ഞാൻ ആശംസിക്കാം.